ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ സാലിസ്ബറി കത്തീഡ്രലിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. ആദ്യകാല ഇംഗ്ലീഷ് ഗോഥിക് രൂപകൽപ്പനയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ഈ കത്തീഡ്രൽ. ഒരൈതിഹ്യം പറയുന്നത്, പൂരെ എന്ന് പറയുന്ന ഒരു ബിഷപ്പ് കത്തീഡ്രൽ നിർമ്മിക്കാൻ പോകുന്ന ഭാഗത്തേക്ക് ഒരു അമ്പെയ്തു. ആ അമ്പ് ഒരു മാനിൽ തറച്ചു. ആ മാൻ ചത്തുവീണ സ്ഥലത്താണ് ഇന്നത്തെ സാലിസ്ബറി കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെ കാനന്മാരിൽ നിന്നും വികാരിമാരിൽ നിന്നുമുള്ള സംഭാവനകളിലൂടെയാണ് നിർമ്മാണ ചെലവ് വഹിച്ചത്. കെട്ടിടം പൂർത്തിയാകുന്നതുവരെ ഒരു നിശ്ചിത വാർഷിക തുക സംഭാവന ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു. 1220 ഏപ്രിൽ 28 സാലിസ്ബറിയിലെ മൂന്നാമത്തെ പ്രഭുവായ വില്യം ഗോംസ്ബിയും സാലിസ്ബറിയിലെ മൂന്നാമത്തെ കൗണ്ടസായ ഏലയും ചേർന്ന് ശിലാസ്ഥാപനം നടത്തി. കത്തീഡ്രലിനായുള്ള സ്റ്റോണിൻ്റെ ഭൂരിഭാഗവും ടെഫോണ്ട് എവിയാസ് ക്വാറിയിൽ നിന്നാണ് വന്നത്. കത്തീഡ്രലിൻ്റെ നിർമ്മാണത്തിന് ആകെ 70,000 ടൺ കല്ലും 3,000 ടൺ തടിയും 450 ടൺ ലെഡും ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതികളിലൊന്നായി സാലിസ്ബറി കത്തീഡ്രൽ മാറി. 1790 ജെയിംസ് വാറ്റ് എന്ന വാസ്തുശില്പി കത്തീഡ്രലിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. 2021 ജനുവരി 16 മുതൽ COVID-19 പാൻഡമിക് സമയത്ത് യുണൈറ്റഡ് കിങ്ഡത്തിലെ വാക്സിനേഷൻ പരിപാടിക്ക് കത്തീഡ്രൽ ഉപയോഗിച്ചിരുന്നു. മുൻവശത്ത് വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള 130-ലധികം ആഴം കുറഞ്ഞ മാടങ്ങളുണ്ട്. അവയിൽ 73 എണ്ണത്തിൽ ഒരു പ്രതിമയുമുണ്ട്. വടക്ക് തെക്ക് കിഴക്ക് മുഖങ്ങളിലേക്ക് ഗോപുരങ്ങൾക്ക് ചുറ്റും മാടങ്ങളുടെ നിര നീളുന്നു. മുകളിൽ നിന്ന് മാലാഖമാരെയും പ്രധാന ദൂതന്മാരെയും പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരെയും അപ്പോസ്തലന്മാരെയും സുവിശേഷകരെയും രക്തസാക്ഷികളെയും വൈദികന്മാരെയും തത്വചിന്തകരെയും താഴത്തെ നിലയിൽ രാജകീയതയെയും പുരോഹിതന്മാരെയും കത്തീഡ്രലുമായി ബന്ധപ്പെട്ട യോഗ്യരായ ആളുകളെയും കാണിക്കുന്ന 5 തരത്തിലുള്ള മാടങ്ങളുണ്ട്. മിക്ക പ്രതിമകളും 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് സ്ഥാപിച്ചത്. ചുവരുകൾക്ക് ഇളം ചാരനിറത്തിലുള്ള ചിൽമാർക്ക് കല്ലും തൂണുകൾക്ക് ഇരുണ്ടു മിനുക്കിയ പർബൈക്ക് മാർബിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാലിസ്ബറി രൂപതയുടെ മാതൃദേവാലയമാണ് ഈ കത്തീഡ്രൽ. സാലിസ്ബറി ബിഷപ്പിൻ്റെ ആസ്ഥാനവുമാണിത്. സാലിസ്ബറി പ്രദേശത്തിൻ്റെ ചരിത്രപരമായ വാസസ്ഥലം പര്യവേക്ഷണം ചെയ്യുന്ന എഡ്വേർഡ് റുദർഫോർഡിൻ്റെ ചരിത്ര നോവലായ സാറമിലെ ഒരു പ്രധാന പ്ലോട്ട് പോയിൻ്റാണ് കത്തീഡ്രലിൻ്റെ നിർമ്മാണം.